ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് റോത്തറാമിൽ സ്വോളോനസിനടുത്തുള്ള ഒരു ഗുള്ളിവേഴ്സ് വാലി റിസോർട്ടിനെ പറ്റിയാണ്. അതായത് ഗുള്ളിവേഴ്സ് വാലി ഒരു വാട്ടർ തീം പാർക്കും ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെ ഒരു റിസോർട്ടുണ്ട്, ഒരു 10-40 റൂമുകൾ വരുന്ന റിസോർട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ, ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്സും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് സെയിം ആണ്, വാട്ടർ തീം പാർക്കിനായാലും ഈ റിസോർട്ടിനായാലും എൻട്രൻസ് സെയിം ആണ്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, പോസ്റ്റ് കോഡും എല്ലാനും. അപ്പോൾ ഈ റിസപ്ഷൻ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും കുട്ടികൾക്ക് പറ്റിയ ഗെയിംസിനും ആക്ടിവിറ്റീസിനുമുള്ള കുറേ സാധനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വാക്കിംഗ് സ്പേസ് ആണ്, അത് നല്ല രീതിയിൽ നല്ലൊരു ഭംഗിയാണ്. കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻ്റ് ആണ്. റൂമായാലും ഈ ഏരിയ ആണെങ്കിൽ ഒരു 2-3 ദിവസം പീസ്ഫുള്ളായിട്ട് നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണിത്. ഇത് ഇവരുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതെല്ലാ വർക്കിംഗ് ഡേയ്സിലും ഒരു 9-10 PM വരെ ഇത് വർക്കിംഗ് ആണ്. റൂമുകളെല്ലാം പോഡ് ഫെസിലിറ്റി അല്ല, ഒരു കണ്ടെയ്നർ ഹോം പോലെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്. നമുക്ക് സുഖമായിട്ട് ഒരു 2-3 ദിവസം ഒന്ന് റിലാക്സ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇതാണ് നമ്മുടെ ഈ റൂമുകളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് ഈ വാട്ടർ തീം പാർക്കിനോട് ചേർന്ന് തന്നെയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഇതുകളായിട്ടാണ് നമുക്ക് റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് 2 വിങ്ങുകളുണ്ട് റൂമുകൾ. അതേപോലെ നല്ല എന്താ പറയുക, നമുക്ക് നല്ല രസമുള്ള ഏരിയയിൽ നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ടിരിക്കാനും നമുക്ക് നന്നായി എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. നമുക്ക് booking.com ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങളും എല്ലാവരും, അതായത് റെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്കിപ്പോൾ ഈ റൂം വരുന്നത് 4 ബെഡാണ്, ഒരു ഡബിൾ ബെഡും. നമുക്ക് ഇങ്ങനെ ഇതാണ് ഒരു വ്യൂ, അതായത് കയറി വരുമ്പോൾ ഉള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ലോഞ്ച് പോലെ അത്യാവശ്യം സീറ്റിംഗ് സ്പേസ് ഉണ്ട്. ലോഞ്ചിനോട് ചേർന്ന് തന്നെ നമുക്ക് ടിവിയും കാര്യങ്ങളൊക്കെ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇഷ്ടം പോലെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകളും കബോർഡുകളും ഇവിടെയുണ്ട്. വരുമ്പോൾ തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്കൊരു 4 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഡൈനിങ് സ്പേസ്. പിന്നെ നല്ലൊരു കിച്ചൺ ഇവിടെ ഉണ്ട്. കിച്ചനും ഫ്രിഡ്ജും ഗ്യാസും ഓവനും ഫ്രിഡ്ജും എല്ലാവരും ഉണ്ട്. അതായത് നമ്മുടെ ഓവനുണ്ട്, മൈക്രോവേവ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഇതാണ്. നമുക്കൊരു ഫാമിലിക്ക് 2 ദിവസം സുഖമായി ജീവിക്കാൻ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മൂഡായിട്ട് ജീവിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണത്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ മുകളിലാണ് ഒരു റൂം സ്പേസ് ഉണ്ട്. റൂം സ്പേസ് എന്ന് പറയുമ്പോൾ ഇത് മെയിനായിട്ട് ഇതൊരു കിഡ് സ്പേസ് പോലെയാണ് ഉപയോഗിക്കുന്നത്. അതായത് കിഡ്സിന് കിടക്കാൻ പറ്റുന്ന ഒരു 2 ബെഡ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിലും 2 സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ലഗേജ് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ കൂടുതലും കിഡ്സിനാണ് ഈ മുകൾ ഭാഗം പറ്റുള്ളൂ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ സെയിം തന്നെ ഒരു കിച്ചൻ്റെ ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൽ 2 ടോയ്ലറ്റുകളാണുള്ളത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് പോലെ നമുക്ക് കിച്ചനോട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റും വാഷിങ്ങും കൂടിയാണുള്ളത്. അതായത് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബാത്റൂം പോലെ ഒരു നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ അടുത്തൊരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇവർ തരുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ഈ രണ്ടാമത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന ഒരു ടോയ്ലറ്റും കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ പുറത്തേക്ക് കാണാനും പുറത്തെ നല്ല ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കാനായിട്ട് വിൻഡോസ് ഉണ്ട്. അത് ഓപ്പണബിൾ വിൻഡോസ് ആണ്. അങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ സ്റ്റേക്ക് ഒരു 100 പൗണ്ടിന് താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ ഓഫറിൻ്റെ ടൈമിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേറ്റിന് നമുക്ക് ഇത് ഒരു 3 ദിവസത്തെ പാക്കേജായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചും കൂടി പൈസ കുറവാണ് നമുക്കതിന്.